ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലക്ഷ്മി. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സേമിയ പായസം തയ്യാറാക്കിയാലോ? പായസം തയ്യാറാക്കാനായിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഒന്ന് വറുത്ത് വെക്കാം. നമുക്ക് ഈ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് സേമിയ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ആ നെയ്യിൽ തന്നെ നമുക്കൊന്ന് ഇതൊന്ന് വാട്ടിയെടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട്. ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ മാറ്റി വെക്കാം. എന്നിട്ട് ആ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് പഞ്ചസാര ഒഴിച്ചിട്ട് അതൊരു ഗോൾഡൻ ബ്രൗൺ ആകും വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് എടുക്കണം. നമ്മുടെ പഞ്ചസാര നല്ലപോലെ ഒന്ന് ഉരുകി വരണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് കാരമൽ കളറിൽ കിട്ടും കേട്ടോ. ഇപ്പം നമ്മൾ കുറച്ച് സേമിയൊക്കെ ആ പാത്രത്തിൽ ഉണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ നമുക്കിനി എന്താ ഒഴിക്കുക? ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിനുള്ള പാൽ ഒഴിക്കണം. നമ്മൾ പാല് കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മുടെ പഞ്ചസാര കട്ടിയായിട്ട് വരും, പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല. കുറേശ്ശെ ഒന്ന് ഇളക്കി വരുമ്പോഴത്തേക്കും നമ്മുടെ കട്ടയൊക്കെ മാറി വരും. അതിനുശേഷം നമുക്ക് പാല് ഒന്ന് ചൂടായി വരുമല്ലോ, ആ സമയത്ത് നമുക്ക് നമ്മുടെ സേമിയ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ സേമിയ ഒന്ന് തിളച്ച് വരും വരെ, നല്ലപോലെ ഒന്ന് കുക്കായി വരും വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആദ്യം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഏലക്ക ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ സേമിയ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ സേമിയയുടെ കട്ടി അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. കണ്ടോ, ഇപ്പൊ നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറിലെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പായസമാണേ. നമുക്കിനി ഇതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എല്ലാം ചേർത്ത് ഒന്ന് കൊടുക്കാം. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടില്ല, ലോ ഫ്ലെയിമിലായിട്ടേക്കുന്നത്. ഇപ്പൊ എല്ലാം ഓഫ് ചെയ്ത് കൊടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.